ശിവഭഗവാന്റെ യഥാർത്ഥ ത്രിശൂലം പൂജിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ? ഒരിക്കൽ പാർവതിദേവി ഈ പുണ്യഭൂമിയിൽ പൂജ അർപ്പിക്കുവാൻ എത്തി. പൂജയ്ക്ക് ശേഷം ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ സുധാംശു എന്ന ഒരു രാക്ഷസന്റെ സാമീപ്യം ദേവിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സുധാംശുവാകട്ടെ ശിവഭഗവാന്റെ ഉത്തമ ഭക്തനുമായിരുന്നു. അപ്രതീക്ഷിതമായി രാക്ഷസനെ കണ്ടപ്പോൾ ഭയന്ന പാർവതിദേവി ഉറക്കെ നിലവിളിച്ചു. ധ്യാനത്തിലായിരുന്ന മഹാദേവൻ ആ ശബ്ദം കേട്ടു. പാർവതി അപകടത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച ശിവഭഗവാൻ ഉടൻ തന്നെ തന്റെ ശക്തമായ ത്രിശൂലം ലക്ഷ്യസ്ഥാനത്തേക്ക് എറിഞ്ഞു. എന്നാൽ നിമിഷങ്ങൾക്കകം ഭഗവാൻ തന്റെ അവിവേകം മനസ്സിലായി. താൻ വധിക്കാൻ ശ്രമിച്ചത് സ്വന്തം ഭക്തനെ ആണല്ലോ എന്നോർത്തപ്പോൾ ശിവഭഗവാൻ ദുഃഖിതനായി ഭഗവാൻ ഉടൻ തന്നെ അവിടെയെത്തി സുധാംശുവിനെ പുനർജീവിപ്പിക്കാൻ ശ്രമം നടത്തി. എന്നാൽ സുധാംശു വിനയപൂർവ്വം അത് നിരസിച്ചു. പ്രഭു, അങ്ങയുടെ കൈകളാൽ മരണം വരിക്കുന്നത് എന്റെ മോക്ഷമാണ് എന്ന് സുധാംശു പറഞ്ഞു. ഭക്തന്റെ നിഷ്കളങ്കതയും ഭക്തിയും കണ്ടറിഞ്ഞ മഹാദേവൻ സുധാംശുവന് വരം നൽകി അനുഗ്രഹിച്ചു. ഇന്നു മുതൽ ഈ സ്ഥലം നിന്റെ നാമധേയത്തിൽ അറിയപ്പെടും. അതിനുശേഷം ഭഗവാൻ ശിവൻ തന്റെ ത്രിശൂലത്തിനെ 2 കഷണങ്ങളാക്കി അവിടെ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. കാലക്രമേണ ഈ സ്ഥലം ശുദ്ധമഹാദേവ മന്ദിർ എന്ന പേരിൽ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി മാറി. ജമ്മുവിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ അകലെ ഉദ്ധംപൂർ ജില്ലയിലെ ചാനഹാനിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക.